നാടും നഗരവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷ തിമിർപ്പിലാണ്. ഒപ്പം ഫോർട്ട് കൊച്ചിയും പതിവ് പോലെ വെളി ഗ്രൗണ്ടിൽ ഒരുക്കിയ മഴമരം തന്നെയാണ് ഇത്തവണത്തെയും പ്രധാന ആകർഷണം. വീണ്ടും മറ്റൊരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഫോർട്ട് കൊച്ചി. ഇത്തവണത്തെയും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ മഴമരം തന്നെയാണ്. ഈ മഴമരത്തിന് ലൈറ്റ് വരുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിൻ്റെ സംഘാടകരാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേർന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇത്തവണ എത്ര ബൾബുകളും ലൈറ്റുകളൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഈ പ്രാവശ്യം നമ്മൾ ഒരു 1800 സീരീസ് ഇട്ട്, അതായത് 1 ലക്ഷത്തോളം വരുന്ന ബൾബുകളാണ് ഈ പ്രാവശ്യം അണിയിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് 50 ബെൽസ് വരുന്നുണ്ട്, പിന്നെ 50 LED ബോൾസ് വരുന്നുണ്ട്, 50 LED സ്റ്റാർസ് വരുന്നുണ്ട്, പിന്നെ അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ വേറെ കയറ്റിയിട്ടുണ്ട്. എല്ലാം നാളെ കാണാം എന്താണെന്നുള്ളത്. ഈ നമ്മുടെ കൊച്ചിക്കാരുടെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുകയാണ് ഈ മഴമരം. ഈ മഴമരത്തിന് ലൈറ്റ് അണിയുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ഇടുന്നത് കാണാൻ തന്നെ നിരവധിയായിട്ടുള്ള ജനത്തിരക്ക് ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ ഈ ലൈറ്റൊക്കെ വെച്ചത് അല്ലെങ്കിൽ നിങ്ങളാണ്. അപ്പോൾ ഈ ഒരു ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം നൈറ്റ്സ് യുണൈറ്റഡ് എന്ന ക്ലബ്ബാണ് ഇത്രയും നാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 26ാമത്തെ വർഷമാണ് ഈ മഴമരം ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നത്. എല്ലാ വർഷവും ആൾക്കാർ കൂടുന്നു എന്നല്ലാതെ ഇതുവരെയും കുറഞ്ഞിട്ടില്ല. കാരണം ആൾക്കാരെല്ലാം ആകാംക്ഷയോടെയാണ് ഇത് കാത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ അതന്നെയാണ് ചോദിക്കാൻ നിന്നത്. കാരണം ഓരോ വർഷവും ഓരോ കളറാണ് കൊടുക്കുന്നത്. ഇത്തവണ എന്ത് കളറായിരിക്കും കൊടുക്കുക എന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? ആ സസ്പെൻസ് ഒന്ന് പൊളിക്കാൻ പറ്റുമോ? അതൊരിക്കലും പറ്റില്ല. കാരണം അത് പൊളിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. ആൾക്കാർക്ക് അത് കാണാനുള്ള ആകാംക്ഷയോടെയാണ് ഓൾമോസ്റ്റ് നാളെ എല്ലാവരും വരുന്നത്. അത് ആദ്യം ആരും പറയാതെ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഫസ്റ്റ് ദിവസം തന്നെ വരുന്നത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പോയില്ലേ. അപ്പോൾ എല്ലാവരും നാളെ വൈകിട്ട് വാ, നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ആളുകൾ വന്ന് ചോദിക്കാറുണ്ട്, ചേട്ടാ എന്താണ് ഇത്തവണത്തെ കളർ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അങ്ങനെ വല്ലതും ചോദിക്കാറുണ്ട് ആൾക്കാർ? പിന്നെ ഇഷ്ടം പരിപാടി ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാം നമ്മൾ പറയില്ലെന്ന്. എന്നാലും അവർ ഒരു ആകാംക്ഷയോടെ വന്ന് ചോദിക്കാറുണ്ട് ഈ പ്രാവശ്യം എന്തായിരിക്കും കളർ എന്നുള്ളത്. പിന്നെ ചിലവർ ഗസ് ചെയ്ത് ഓരോരോ കളറൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് നാളെ വൈകുന്നേരം കാണാം. ഈ ഗസ് ചെയ്ത് പറഞ്ഞ കളറിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിരുന്നോ? പക്ക അല്ലെന്നാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 50-50 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്തായാലും ഈ മഴമരത്തിന് ഇനി ലൈറ്റ് അണിയിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇത്തവണത്തെ കളറ് എന്നതും. നമ്മളും അതുപോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ലൈറ്റ് അണിയുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി ഇനി എന്താണ് കളറ് എന്നുള്ളത്. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.